ഈ രണ്ട് സാധനം ഇവിടെ ചെയ്ത സേവനത്തിന് കയ്യും കണക്കുകയില്ല. ഈ രണ്ട് സാധനം ഇല്ലാതെയായാൽ മുസ്ലിം ഉമ്മത്ത് ഒന്നുമില്ലാത്തവരാവും, നമുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാരാ? നിങ്ങൾ ഈ കെ ടി ജലീലിൻ്റെ പേരിൽ പറഞ്ഞൊരാടിനെ തൂക്കി നടന്നിട്ട് അറക്കുമ്പോൾ നിങ്ങളുടെ ഈ പാർട്ടിക്ക് സത്താർ സേട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇനി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മേലാൽ നിങ്ങൾ ഇടപെട്ട് പോകരുതെന്ന് പറഞ്ഞ് ജിന്നാ സാഹിബിനോടും സത്താർ സേട്ടിനോടും ഇവിടെ പറഞ്ഞ് ഇന്ത്യൻ യൂണിയനിൽ സ്വന്തം ആത്മാഭിമാനത്തോടുകൂടെ ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി എണീറ്റ് നിന്ന ഒരു താടിക്കാരനില്ലേ മദ്രാസിലെ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്? ആരെ ഞങ്ങൾ പറയിപ്പിച്ചത്? ആ മനുഷ്യനല്ലേ? ആ മനുഷ്യനെ ബഹുമാനിക്കാത്ത ഒരാളുണ്ടോ? ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം എന്തെങ്കിലും ചിന്തിക്കാത്തത്? ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില രാഷ്ട്രീയക്കാർ അത് തടഞ്ഞു വെച്ചു. അപ്പോൾ നട്ടപ്പാതിരക്ക് കോൺഗ്രസിൻ്റെ അധ്യക്ഷ വന്ന് കുത്തിയിരുന്നു ആശുപത്രിക്ക് മുന്നിൽ. ആ ബോഡിയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു. എന്തുണ്ടായിട്ടില്ലേ? ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പള്ളിയിൽ, മദീന പള്ളിയിൽ പ്രാർത്ഥിച്ചു. ആര്? ക്രൈസ്തവർ. ചില സഹാബികൾക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു ഖല്ലു സബീൽ, മിണ്ടിപ്പോയത് ഖല്ലു അദബ, അവരാരാധിച്ചോട്ടെ, അവർ ദൈവത്തിന് ആരാധിച്ചു. നിങ്ങൾക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ സ്വന്തം ഗുരു, ഒരു ഹൈന്ദവ നേതാവാണെങ്കിലും കേരളത്തിൽ എല്ലാവരും ആമാനെ പറയുക കേരളത്തിൻ്റെ ഗുരു എന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ പറയുക? ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ ഗുരുവാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യന്മാർ കടന്നു വരുന്ന നാടല്ലേ ഇത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരദ്ദേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആമാൻ മുത്തുനബി എത്ര വർണ്ണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ മുത്തുനബിയെ വർണ്ണിച്ച്? കേരളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ കവിയാണ് വള്ളത്തോൾ. വള്ളത്തോളിൻ്റെ ഏറ്റവും മനോഹരമായ കവിത പാംസുസ്നാനമാണ്. പുണ്യ റസൂൽ ഹാ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിപ ശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രമൂതി കെടുക്കുകയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതു. ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈവഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. എത്ര വലിയ കവിതയെന്നറിയാം. ഒരു മുസ്ലിം ഇങ്ങനെ നബിയെ വർണ്ണിച്ചതായി മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യമല്ലേ? എന്താണ് കവിത! അമൂർത്ത അവസാനത്തെ 8 വരി ഇങ്ങനെ: അമൂർത്ത പാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട ദിവ്യമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോദകമോടുകൂടെ താത്തൻ്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ കുച്ചുടു കണ്ണുനീരും. ഫാത്തിമ ബീവി മുസ്തഫാനെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതായത് ലോകത്തെ തിന്മ തുടച്ചു നീക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ട് തമ്മാടികളായ മുട്ടാളൻ ആ മഹാനുഭാവനെ മണ്ണിൽ അഭിഷിക്തനാക്കി, മണ്ണിലിട്ട് മൂടി. പിന്നെ അവിടുന്ന് തലയും വലിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോദകമോടുകൂടെ താത്തൻ്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരുന്നു. ഹബീബായ റസൂലുള്ളാഹിനെ കുളിപ്പിക്കാൻ വേണ്ടി കുടം പൊക്കിയപ്പോൾ ആദ്യം കുടത്തിലെ വെള്ളമല്ല വീണത്, കണ്ണിലെ വെള്ളം. അതൊക്കെ കവി കരഞ്ഞെഴുതിയതായിരിക്കും, കാരണം അത് വായിച്ചിട്ട് കരയാത്ത ഒരാളുണ്ടാവില്ല. എന്തെങ്കിലും മനസ്സിലാക്കി അത്ര ഇസ്ലാമിനെ സ്നേഹിച്ച് മുത്തുനബിയെ സ്നേഹിച്ച് ഇന്ന് വൈകുന്നേരമായാൽ നിങ്ങളെപ്പോലത്തെ തോന്നിയ വാസികളെ കൊണ്ട് ഈ ഇസ്ലാമിനെയും മുത്തുനബിയെയും പറയിപ്പിക്കുന്ന ചീത്തകൾക്ക് കയ്യും കണക്കുണ്ട്. ആരുടെ ഇതിന് ഉത്തരവാദി? ആരെ ഉത്തരവാദി? നിങ്ങൾ തലയും പാലുമില്ലാത്ത കുറച്ച് രാഷ്ട്രീയക്കാർ. നിങ്ങൾ അതിൻ്റെ മുകളിൽ മുന്നിൽ നാം മുസ്ലിം എന്ന പേരെന്ന് വിട്ടി എന്ന ഒരു പ്രശ്നമില്ല. തുടക്കം തന്നെ എങ്ങനെയാണ്? എങ്ങനെ മുന്നോട്ട് പോകും? തുടക്കം തന്നെ എങ്ങനെയാണ്? നീട്ടുന്നില്ല.
ഇതൊക്കെ വേദനാജനകമാണ്. ഞാൻ ബഹുമാനപ്പെട്ട നേതൃത്വത്തോട് ഞാനും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിമർശിച്ചോ. എനിക്ക് നിങ്ങൾ എന്ത് വിമർശിച്ചാൻ പ്രശ്നമില്ല. ഞാനിതിനൊക്കെ വിമർശിക്കുന്നത് ഇനി സമസ്തയാണെങ്കിലും ലീഗാണെങ്കിലും ഞാനതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം അതൊക്കെ ഇവിടെ നിലനിന്നിട്ടില്ലെങ്കിൽ ഉമ്മത്ത് നശിച്ചു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ താടി നരച്ചു. ഇനി എത്രയെന്നുണ്ട്. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് താടി നരച്ചിട്ടില്ല. അവർക്ക് ഇവിടെ ചുമരുണ്ടായാലേ ചിത്രം വരക്കാൻ പറ്റും. ഈ രണ്ട് സാധനം ഇവിടെ ചെയ്ത സേവനത്തിന് കയ്യും കണക്കുകയില്ല. ഈ രണ്ട് സാധനം ഇല്ലാതെയായാൽ മുസ്ലിം ഉമ്മത്ത് ഒന്നുമില്ലാത്തവരാവും. നമുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാരാ നിങ്ങൾ ഈ KT ജലീലിൻ്റെ പേര് പറഞ്ഞ ഒരാടിനെ തൂക്കി നടന്നിട്ട് അറുക്കുമ്പോൾ നിങ്ങളുടെ ഈ പാർട്ടിക്ക് സത്താർ സേട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇനി ഇന്ത്യൻ മുസ്ലിങ്ങളെ കാര്യത്തിൽ മേലാൽ നിങ്ങൾ ഇടപെട്ട് പോകരുതെന്ന് പറഞ്ഞ് ജിന്നാ സാഹിബിനോടും സത്താർ സേട്ടിനോടും ഇവിടെ പറഞ്ഞ് ഇന്ത്യൻ യൂണിയനിൽ സ്വന്തം ആത്മാഭിമാനത്തോടുകൂടെ ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി എണീറ്റ് നിന്ന ഒരു താടിക്കാരനില്ലേ മദ്രാസിലെ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ആര്യങ്ങൾ പറയിപ്പിച്ചത് ആ മനുഷ്യനല്ലേ? ആ മനുഷ്യനെ ബഹുമാനിക്കാത്ത ഒരാളുണ്ടോ? ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം എന്തെന്ന് ചിന്തിക്കാത്തത്? പാർലമെന്റിൽ എന്ന് വേദന ഇളകി കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് മരിച്ചു. ഡെഡ് ബോഡി വിട്ടുകൊടുത്തില്ല. അവസാനം കേന്ദ്രമന്ത്രി അഹമ്മദ് സാഹിബിന് ഒരു സംഭവം ഞാൻ പറയാം. ഇപ്പോൾ ഈ ആസുര കാലത്ത് ഈ പതിറ്റാണ്ടിൽ നടന്നൊരു സംഭവം, ഈ അടുത്ത് നടന്നൊരു സംഭവം. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില രാഷ്ട്രീയക്കാർ അത് തടഞ്ഞു വെച്ചു. അപ്പോൾ നട്ടപ്പാതിരക്ക് കോൺഗ്രസിൻ്റെ അധ്യക്ഷ വന്ന് കുത്തിയിരുന്നു ആശുപത്രിക്ക് മുന്നിൽ. ആ ബോഡിയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു. ഉണ്ടായിട്ടില്ലേ? ഉണ്ടായില്ലേ? നിങ്ങൾക്കിത് കേവലം ഒരു പാർലമെന്റ് സാമാജികനാണെങ്കിൽ എനിക്കങ്ങനെയല്ല. രാജ്യത്തെ ജനകോടികളുടെ നേതാവാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യന് ആരാണ്? സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ പരമോന്നത അധ്യക്ഷ. ആ മനുഷ്യൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി നട്ടപ്പാതിരക്ക്, രാത്രിയുടെ നട്ടപ്പാതിര നേരത്ത് ഒന്ന് കുത്തിയിരുന്ന് ഡെഡ് ബോഡി വാങ്ങിക്കൊടുത്തില്ലേ? അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിനല്ലേ നിങ്ങൾ ഇക്വലത്തിലാക്കുന്നത്? ആ തണുപ്പ് മൈനസ് ഡിഗ്രിയിൽ തണുപ്പാണ് ഡൽഹിയിൽ. ആ സമയത്താണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ. നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ? ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. തുടക്കത്തിലേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ റഷ്ദ് കൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ വിവേകികളാകണം. നമ്മുടെ നേതാവ് വിവേകിയാണ്. ഇസ്ലാം വിവേകമാണ്. മുസ്ലിം ഒരു വിവേകിയായിരിക്കണം. അന്യനെ അനിക്കരുത്, അവരുടെ കൊടി നശിപ്പിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ വളരെ വലുതായി മനസ്സിലാക്കണം. അതൊക്കെ നമ്മുടെ കൂടെയാണ്. ആ കൊടി പച്ചക്കൊടിയിൽ കൂട്ടിക്കൊട്ടിക്കൊണ്ട് നടന്നൊരു നേതാവോടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, സയ്യിദുർ റഹ്മാൻ ഭക്തങ്ങൾ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തേ ഇല്ലേ? ഇതേ കൊടി പച്ചക്കൊടിയിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് നടന്നു. ആര്? സയ്യിദുർ റഹ്മാൻ. അങ്ങനത്തെ ഒരു കെട്ടുണ്ടായിട്ടുണ്ട്. അതിനുണ്ടാവണമെന്ന് ഞാൻ പറയല്ല, അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? സാമൂഹിക നന്മയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഈ സമുദായത്തെ മാനം കെടുത്തി. വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. മുസ്ലിം യൂത്തിനെ കുറിച്ച് അടുത്തത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, മുസ്ലിം യൂത്ത് മാത്രമാണ് അതിവൈകാരികതക്ക് അടിമപ്പെട്ടു പോയവർ. അത് വലിയ പ്രശ്നമാണ്. അല്ല, പലരും ഇവിടെ ഉണ്ടായല്ലോ. ഇങ്ങനെയൊക്കെ പലരും ഇവിടെ വിജയിച്ചിട്ടുണ്ടല്ലോ. എത്ര മാന്യമായിട്ടാണ് BJPക്ക് 3 സീറ്റ് കിട്ടി. പക്ഷെ അവർ എത്ര മാന്യമായിട്ടാണ് അവരുടെ ആഹ്ലാദ പ്രകടനം നടന്നത്. ഞാനിതിനെ പ്രവചികരിക്കല്ല, പക്ഷെ അവരിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ ഇതൊക്കെ നിലനിൽക്കണം. ഈ ലീഗ് ഇവിടെ നിലനിൽക്കണം, നശിപ്പിക്കരുത്. നമ്മുടെ
നമുക്ക് വൈരാഗ്യം തീർക്കാനുള്ളതല്ല നമ്മുടെ വിജയങ്ങൾ. മനുഷ്യർ നമ്മളെ മുന്നിൽ അവർ പണിക്ക് പോകാതെ ഒരു ദിവസത്തെ പണി ലീവാക്കിയിട്ട് വന്നിട്ട് ചെയ്തതാണ് വോട്ട്. ബോബുവിൻ്റെ അങ്ങനെയല്ലേ? ബഹുഭൂരിപക്ഷവും അന്ന് വോട്ട് പണിക്ക് പോയിട്ടില്ല. എല്ലാവരും, കാരണം നിലനിൽക്കുന്ന ധാർഷ്ട്യത്തിൻ്റെ ഭരണത്തിനെതിരെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും അതിൻ്റെ ഫലം നമ്മൾ കണ്ടു. ആദ്യത്തെ 6 റൗണ്ട് എണ്ണുമ്പോൾ അദ്ദേഹം എത്രയോ പ്രത്യേകം ധർമ്മടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണ സുരക്ഷിതമായ മണ്ഡലം. എന്നിട്ട് പോലും ഒരു വേള കേരളം മുഴുവനും പറഞ്ഞു പിണറായി വിജയൻ തോറ്റു എന്നിവരെ പറഞ്ഞു. അതെന്തോ എന്ത് അങ്ങനെ മര്യാദ പഠിപ്പിച്ചു അവർ തന്നെ. നിങ്ങൾ പരിധി വിട്ട് നിങ്ങൾ ഇസ്ലാമിനെ പറയിപ്പിക്കരുത്, മുസ്ലിങ്ങളെ പറയിപ്പിക്കരുത്. മുസ്ലിം എന്നൊരു പേരുണ്ടല്ലോ. നിങ്ങൾ വളരെ വിവേകത്തോടെ മുന്നോട്ട് പോകണം. മുസ്ലിം യൂത്ത്, വിവേകം എന്നത് മുസ്ലിം യൂത്തിനില്ല, അതിവൈകാരികത. ഇത് വലിയ ദുരന്തമുണ്ടാക്കും. ഇത് നിയന്ത്രിക്കാൻ നേതാക്കൾക്ക് കഴിയണം. നേതാക്കൾ ക്യാമ്പയിൻ നടത്തണം. കണ്ട തോന്നിയാസം മുഴുവനും കുട്ടികൾ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ അതിൻ്റെ ഫലം നമുക്ക് അത് പ്രൊഡക്ഷന് അപ്പുറത്തായിരിക്കും, പ്രവചനിക്കാൻ കഴിയില്ല. പിന്നെന്താ ഉണ്ടാവുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ നേരായ വഴിക്ക് പോവുക. കേരളക്കാരെന്നും ഒന്നാണ്. ഈ രാഷ്ട്രീയ കഴിഞ്ഞ ശനിയാഴ്ച നമ്മളിരിക്കുമ്പോൾ വോട്ട് പെട്ടിയിലാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് വ്യാഴാഴ്ച, കഴിഞ്ഞ വ്യാഴാഴ്ച വോട്ട് പെട്ടിയിലാണ്, എണ്ണീറ്റില്ല. എല്ലാവരും ഇനി ഒരു തുടർ ഭരണം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിച്ചത്. അല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും ഒത്തൊരുമിച്ച് വന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിയിട്ടില്ല. ഒരിക്കലും ഇല്ല. അതടുത്തും നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. ഒരിക്കലും. ഒന്ന്, വർഗീയത വളരാതിരിക്കാൻ വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന സേവനം കേരളത്തിൽ വളരെ ശുഭോദർക്കമായ ഒരു നന്മയാണ്. രണ്ടും അവരവരുടെ അഡ്രസ്സിൽ അവരവർ ചെയ്യുന്നുണ്ട്. വർഗീയത വളരാൻ പാടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. വർഗീയത വളരാന്നാൽ പിന്നെ അവിടെ ഒരു നന്മ ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഫഇന്ന കസ്റത്തുൽ ലഹ്കി തുമീതുൽ ഖൽബ്, അമിതാഹ്ലാദം ഹൃദയത്തെ കൊല്ലും എന്ന്. കൊന്നില്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിൽ ഒരു ആടിനെ തൂക്കി നടന്ന് തലവിട്ടോ? ഹൃദയമുള്ളോൻ. ഇത് റസൂൽ പറഞ്ഞല്ലേ, എന്ത്? നിങ്ങൾ അമിതാഹ്ലാദം നടത്തരുത്. അമിതാഹ്ലാദം ഹൃദയത്തെ കൊല്ലും. ഫഇന്ന കസ്റത്തുൽ ലഹ്കി തുമീതുൽ ഖൽബ്. നമ്മൾ വളരെ സംയമനം പാലിക്കായിരുന്നു വേണ്ടത്. ഇനി നിലവിലുള്ള ആളുകളോട് ഞാൻ പറയുന്നത്, ആര് മന്ത്രിമാരാവണം, ആര് മന്ത്രിമാരാകരുത് എന്നൊന്നും ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കൂല. എനിക്ക് വേറൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അത് ഞാൻ പറയൂല, പിന്നീട് പറയാം. ഇപ്പം ഞാൻ പറയില്ല, പറഞ്ഞാൽ സ്വീകരിക്കൂല. പക്ഷേ മന്ത്രി കസേരയുടെ പേരിൽ ഒരു സമുദായം പഴി കേൾക്കുന്ന വിധത്തിൽ അതിൻ്റെ പേരിൽ വാഗ്വാദം നടത്തരുത്. മന്ത്രിമാർ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം. MLA സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയും നിലകൊണ്ടാൽ വലിയ ഭാവിയും യശസ്സും നിങ്ങൾക്കുണ്ടാവും. ഈ സമൂഹത്തിനും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. നമ്മുടെ യൂത്തിന് കൊടുക്കേണ്ട മെസ്സേജ് അതാണ്. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എന്നിട്ട് സർവ്വ മനുഷ്യർക്ക് വേണ്ടിയും സേവനം ചെയ്യണം. മന്ത്രിമാർ കേവലം കല്യാണരാമന്മാരായി അധപ്പതിക്കരുത്. അതാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇത്തവണ അങ്ങനെ ഉണ്ടാകരുത്. കല്യാണത്തിന് നടക്കാനുള്ളൊരു പണി മാത്രമായി മന്ത്രിമാർ മാറരുത്. സമൂഹത്തിന് സേവനം ചെയ്യണം. സമൂഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മതവിശ്വാസികളെയും, മതമുള്ളവനെയും മതമില്ലാത്തവനെയും
നിരീശ്വരവാദിയാണെങ്കിലും അവനും ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. വിശാലമായ ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. വിവേകത്തോടുകൂടെ നിങ്ങൾ ചിന്തിക്കണം. വിവേകമാണ് ഏറ്റവും പ്രധാനം. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബൽ വകുന്നാ ബിഹി ആലിമീൻ. ഇബ്രാഹിമിന് നാം ആദ്യം കൊടുത്തത് വിവേകമാണ്. സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാം. വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. ഒരു മനുഷ്യനെ പിഴപ്പിക്കാനാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അവന് വിവേകം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ ഉണ്ടാവില്ല. തറ വലിയ വാക്ക് മനസ്സിലായില്ല. ഒരു സമൂഹത്തിന് പിഴച്ച് പോയാൽ പിന്നെ അവർക്ക് നല്ലത് പറയാൻ ആളുണ്ട്. പിഴക്കുന്ന ആളെയും ചിലപ്പോൾ തിരുത്താൻ ആളെന്ന് നിശ്ചയിക്കും. എന്നാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യൂല. എന്തുകൊണ്ട്? അവരുടെ പിഴവ് അതിരുവിട്ടുപോയാൽ. മനസ്സിലായില്ല. ചെറിയ പിഴവൊക്കെ സംഭവിച്ചെങ്കിൽ തിരുത്തി കൊടുക്കാൻ ആളെ ഏർപ്പെടുത്തും. അതേസമയത്ത് വിവേകം പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല ചില ആളുകൾക്ക്. ഉള്ളിൽ ഫലം തജിദ ലഹു വലിയ മുർഷിദ. അവർക്ക് വിവേകം പറഞ്ഞു കൊടുക്കാൻ അവൻ്റെ കാര്യം ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യരുത്. ഇപ്പം ഈ ആടിനങ്ങനെ നാടാകെ കൊണ്ടു നടക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഒരാളവിടെ ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട്? ആ സംഘത്തെ പിഴപ്പിക്കലാണ് അള്ളാഹിൻ്റെ ഉദ്ദേശ്യം. അവർ പിഴച്ചു പോയെങ്കിൽ അവരെ തിരുത്തൽ അവിടെ അള്ളാഹ്ക്ക് ഉദ്ദേശമില്ല. അവരുടെ മേൽ അള്ളാഹിൻ്റെ കോപം ഇറങ്ങി. മനസ്സിലായി? ഒരു ജനതയുടെ മേൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ആണ് സംഭവിച്ചതെങ്കിൽ അവർക്ക് പിഴച്ചാൽ പോലും തിരുത്താൻ ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ടാവും. 1992 ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സാഹചര്യത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ സംഭവിച്ചു? കേരളത്തിൽ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? ഒരു ഋഷിദുള്ള ആൾ ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഒരു ഋഷിദുള്ള ആളുകളുണ്ട്. ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. അമ്പലങ്ങൾക്ക് മുസ്ലിം യുവാക്കളെ കാവൽ നിർത്തിയത് ആ മനുഷ്യനാണ്. ഒന്നും സംഭവിച്ചില്ല. ഉമയ്യുള്ളിൽ ഒരു ജനത പിഴക്കാനാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ, അതായത് അതിരുവിട്ട് ആഹ്ലാദിച്ച് സ്വന്തം ഹൃദയവും കൊന്നു നീങ്ങുന്ന ഒരു ജനതയെ പിന്നെ അവർക്കൊരു വിവേകം പറഞ്ഞു കൊടുക്കാനുള്ള ആളെ അള്ളാഹു തആല ഏർപ്പെടുത്തൂല. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് പ്രശ്നം. അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് പുറകോട്ട് പോകും. അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. തെറ്റും ശരിയൊക്കെ മനുഷ്യന് സംഭവിക്കും. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ശത്രുവാക്കാം, പക്ഷെ അതിൻ്റെ പരിധിക്കും അപ്പുറത്തേക്ക് പോകരുത്. ഈ പറയപ്പെട്ട നിങ്ങൾ ഒരു പ്രതീകാത്മകമായിക്കൊണ്ട് ഒരു ആ മനുഷ്യൻ നമ്മുടെ ഒരാളാണ്. ആ മനുഷ്യൻ ഒരുപാട് അനുഗ്രഹമുള്ള ആളാണ്. ആ മനുഷ്യൻ പണ്ഡിതനാണ്. ആ മനുഷ്യന് ആയിരക്കണക്കായ ശിഷ്യന്മാരിവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ വേണം. നന്മയും തിന്മയും ഉണ്ടാവും, തെറ്റും ശരിയൊക്കെ മനുഷ്യന് സംഭവിക്കും. ഒക്കെ നമ്മൾ തിരുത്തണം. നല്ല മനസ്സ് കാട്ടണം. വിശാലത വേണം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. എൻ്റെ നെഞ്ചിനെ തുറന്നു തരണം, വിശാലമാക്കി തരണം എന്ന് സയ്യിദുനാ മൂസ. മുത്തുനബിയുടെ കാര്യത്തിൽ ആയത്ത് വേറെയാ. അലം നശ്റഹ് ലക സദ്റക. അങ്ങയുടെ നെഞ്ചിനെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? മൂസാ നബി ചോദിച്ചത് അള്ളാഹു ഇങ്ങോട്ട് കൊടുക്കുക റസൂലുള്ളാഹിക്ക്. റബ്ബി ഇശ്റഹ് ലി സദ്രി, എൻ്റെ നെഞ്ചിനെ വിശാലമാക്കി താ റബ്ബേ. ആര് പറഞ്ഞു? സയ്യിദുനാ മൂസ. അതേ സമയത്ത് ഇപ്പുറത്തോ അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ചിനെ നാം വിശാലമാക്കി തന്നില്ലേ? അതേ, തന്നല്ലോ. മദീന പള്ളിയിലല്ലേ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ച്? മദീന പള്ളിയിൽ ആ നെഞ്ചിന് വിശാലത എത്ര ഉണ്ടോ? ഇന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് കുറച്ച് ക്രിസ്ത്യാനികൾ നമ്മളെ പള്ളിയിൽ കയറി എന്നാൽ തല്ലോട് തല്ലുണ്ടാവില്ല. ഏത് പള്ളിയിൽ? ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പള്ളിയിൽ, മദീന പള്ളിയിൽ പ്രാർത്ഥിച്ചു. ആര്? ക്രൈസ്തവർ. ചില സഹാബികൾക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു ഖല്ലു സബീലി, മിണ്ടിപ്പോയത് പറഞ്ഞു ഖല്ലു അദബ, അവരാരാധിച്ചോട്ടെ, അവർ ദൈവത്തിന് ആരാധിച്ചു. നിങ്ങൾക്കെന്താ? ആരാ ഇത് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മാത്രമാണ് സർവാധികാരിയായ ദൈവം, അവനൊന്നേ ഉള്ളൂ എന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ്
മറ്റുള്ള ആരാധനക്ക്, സ്വന്തം അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കാൻ കെട്ടിയുണ്ടാക്കിയ ആ പള്ളി മറ്റ് ആരാധനക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത്. എന്തേ പറയാൻ? മറ്റും ദൈവമുണ്ടെന്ന് പറയാൻ വിട്ടുകൊടുത്തു. നിങ്ങൾ ആ ചിന്തിക്ക്, ആ ആൾക്ക് പറയാലോ എന്ത്, അതിവിടെ പറ്റൂലട്ടാ. നിങ്ങൾ പുറത്തെവിടെയും പോയി ആരാധിച്ചിട്ട് കഞ്ഞിക്ക് ഇങ്ങോട്ട് പോരി, പോയി വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് ഒന്നിച്ച് കഴിക്കാം. പിന്നെ ഇത് ഞാൻ അതിനായിട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങനെ അറിഞ്ഞോളൂ. അങ്ങനെ പറയാലോ, പക്ഷെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്ത് അങ്ങനെ ആരാധിച്ചോളി. അലം നശ്റഹ് ലക സദ്റക്. സ്വന്തം മകളെ കുഴിച്ച് മൂടിയ മനുഷ്യൻ കയറി വന്നു, ഞാൻ ചെയ്ത തെറ്റ് പറയാൻ പറഞ്ഞു. ആ തെറ്റ് കേട്ടപ്പോൾ റസൂലുള്ളാഹി പൊട്ടി 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 കരഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഓടി വന്ന് നിർത്ത്, റസൂലുള്ളാഹി കരയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ചെയ്ത തെറ്റിന് തിരിച്ചേ കിട്ടൂല അയാൾക്കത് പറയാനൊരു അവസരം കൊടുക്കുക. അയാൾ ചെയ്ത് വലിയ തെറ്റാണ്, പക്ഷേ അതയാൾ വിങ്ങി നടക്കുക. അയാളെ മനസ്സിൽ അയാളെ ചെയ്ത തെറ്റ്, അയാളെ മനസ്സാക്ഷിയെ അയാൾ കൊല്ലാണ്. അപ്പം അയാൾക്കത് തുറന്ന് പറയേണ്ട അവസരം വേണ്ടേ? പറഞ്ഞു നബി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനും വലിയ സൗകര്യം, ഇതിനും വലിയ വിശാലത എന്താ? മനസ്സിലായില്ല. ഒരു മനുഷ്യൻ സ്വന്തം പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ സംഭവം വന്ന് നബിയോട് പറയുമ്പോൾ നബി അങ്ങനെ കരഞ്ഞു. ഒരാൾ ഓടി വന്നിട്ട് നിർത്തി, നബി കരയുന്നത് കണ്ടില്ലേ, നിർത്തി നിന്റെ വർത്താനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിർത്തേണ്ട. എന്നോട് പറയുമ്പോൾ അയാൾക്ക് ആശ്വാസമുണ്ട്. ചെയ്തത് വലിയ തെറ്റാണ്, പക്ഷേ അത് അയാളെ മനസ്സ് വിങ്ങാണ്. കുറേ കാലമായി, ഇനിയെങ്കിലും അയാൾ പറഞ്ഞോട്ടെ, പറഞ്ഞു തീർക്ക്. അത് കേട്ടിട്ട് നബിക്ക് സഹിക്കാൻ വയ്യ, എന്നിട്ടും അയാളെ പറയാൻ അനുവദിച്ചു. ആ വിശാലത എത്രയാ! ആ വിശാലത എത്രയാ! ആ വിശാലത എത്രയാ! വായിൽ വെച്ചാൽ ഒരു കടി കടിച്ചാൽ പിന്നെ കടിക്കൂല. ആ ജാതി പുളിയുള്ള മുന്തിരി ഒരാൾ നബി കൊണ്ടേ കൊടുത്തു. അപ്പോൾ അയാൾ അടുത്തിരുത്തി ആ മുന്തിരി നബി തിന്നു. ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് കുറച്ചാൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, കൊടുത്തതേയില്ല. നബി അയാളോട് ആ മുന്തിരി കഴിച്ചു, അയാളോട് നല്ല വർത്താനം പറഞ്ഞു, ചിരിച്ചു, സന്തോഷിച്ചു. അയാൾ തിരിച്ചുപോയി. പിന്നെ അയാൾ പോയതിൽ പിന്നെ ആളുകൾ ചോദിച്ചു, നബിയെ എന്ത് കിട്ടിയാലും ഞങ്ങൾ കൂട്ടരുണ്ടല്ലോ, ഇതെന്തേ അങ്ങനെ? അപ്പോൾ പറഞ്ഞു, വായിൽ വെക്കാൻ പറ്റാത്ത പുളിയ, നിങ്ങൾക്കത് തന്നാൽ നിങ്ങൾ മുഖം കൂട്ടും. അപ്പം അയാളെ മനസ്സ് വേദനിക്കും. ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത എത്രയാ! മനസ്സിലായില്ലേ? അയാൾക്ക് എന്ത് പറയാ? ആ മുന്തിരി അയാൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടിരിക്കും നബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നബിക്ക് 2-3 ചോള ഇന്ന് എടുത്ത് കഴിച്ചിട്ട് അതിന് ബാക്കി കുട്ടിയെ കൊണ്ടുപോയി കൊടുത്താലാന്ന് പറയാലോ നബിക്ക് അവിടെ. ഇത് പോരയിലെത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ദുഃഖം വരും. കുട്ടിയെ കൊടുത്താൽ അയാളും ഭാര്യയും മക്കളും കഴിക്കുമ്പോൾ അയാൾക്കും ഇത്ര പുളിയുള്ള വായിക്കൊക്കാൻ പറ്റാത്ത മുന്തിരി ഞാൻ നബിക്ക് കൊടുത്തല്ലോ എന്നുള്ള അയാൾ ദുഃഖിക്കും. അത് പാടില്ല. എന്നിട്ട് ഈ പുളിയുള്ള വായിക്ക് വെക്കാൻ പറ്റാത്ത മുന്തിരി നബി തിന്നു. എന്നിട്ട് അയാളോട് സന്തോഷ വാർത്ത പറഞ്ഞു, നല്ലോണം സന്തോഷിപ്പിച്ചു, പറഞ്ഞയച്ചു. പിന്നെ നബി എന്ത് പറഞ്ഞു? വായിക്കൊക്കാൻ പറ്റും, അത്ര പുളിയായിരുന്നു. പക്ഷെ അയാൾക്കത് അതും ചോദിച്ചു, വേറെല്ലോട് ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് തരാതിരുന്നത് കാരണം പറഞ്ഞു. അത് അപ്പം പറയാൻ പറ്റൂല. 1, 2 നിങ്ങൾക്ക് തരാനും പറ്റൂല. നിങ്ങൾക്ക് തന്ന നിങ്ങൾ ഒരാളെങ്കിലും ചെവി പോയി പറയും, അല്ലാത്ത പുളി ഇതാണല്ലോ ഇപ്പം ഞാൻ നബി കൊടുത്ത്. അപ്പം അയാൾക്ക് വിഷമമുണ്ടാവും. അതും വേണ്ട. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത എത്രയാണ്! സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏതൊരാളെ ഉൾക്കൊണ്ടൊരു മനുഷ്യനല്ലേ മുഹമ്മദ് മുസ്തഫ. ഏതൊരാൾ, എന്താണ് ആരെ ഉൾക്കൊള്ളാത്തത്? അപ്പം നമ്മളിപ്പോൾ എന്താക്കി? ഇപ്പം നബിയെ ഒരു കാട്ടാളനാക്കിയില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം വൃത്തികേടുകൾ ഒരാടിൻ്റെ തൂക്കിക്കൊണ്ട് നടന്ന് തലവിട്ടുക പോലത്തെ കാര്യം നിങ്ങൾ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളിവിടെ കാട്ടാളനാക്കിയത് ആരെയാണ്? അതേ മുഹമ്മദിന് ഒരാളുകളാണ് പറയിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ് പറയിപ്പിച്ചത്? അല്ലെങ്കിലും നേരം വെളുത്താൽ
മുസ്ലിം സമുദായത്തിൻ്റെ മേലിൽ എന്തെങ്കിലും വല്ല മൈന്യൂട്ട് പോയിൻ്റ് കുറ്റം കിട്ടാനുണ്ടോ എന്ന് മാത്രം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന നിരീശ്വരവാദികളുടെ നടുവിൽ ഞാൻ പറയുന്നില്ല. വളരെ വളരെ മോശം, വളരെ. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താ? അമിതാഹ്ലാദം ഹൃദയത്തെ കൊല്ലും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും അമിതമായി ആഹ്ലാദിക്കരുത്. അതാണ് നേരത്തെ പറഞ്ഞത്, നഷ്ടപ്പെട്ടവർ ദുഃഖിക്കേണ്ട, ഇനിയും കിട്ടും. ആതാക്കും, കിട്ടിയവർ ആഹ്ലാദിക്കുകയും വേണ്ട. അല്ലാഹു തആല തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അധികാരത്തിൻ്റെ ഉടമക്കാരൻ ആരാണ്? അല്ലാഹുവാണ്. ആ മാത്രം. നാളെ എപ്പോഴെന്ന് പറയാൻ പറ്റില്ല, അത് വീണ്ടും അവരെ കയ്യിൽ തന്നെ എത്തും. അതിങ്ങനെ ആവണം. അപ്പോൾ മാത്രമേ ഒരു നന്മയുടെ സന്തുലിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെ കണക്ക്. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാനും നല്ല രൂപത്തിലാവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ചിന്തിക്കണം, മുസ്ലിം പണ്ഡിതന്മാർ, നേതാക്കന്മാർ യൂത്തിനെ വിവേകശാലികളാക്കുന്നത് വരെയും വിശ്രമിക്കാതിരിക്കുക. യൂത്തിന് അതിവൈകാരികത വന്നിട്ടുണ്ട്. ഈ അതിവൈകാരികത വലിയ ആപത്താണ്, വലിയ ആപത്താണ്. കേരളത്തിലൊരു മുസ്ലിം സംഘടന ടുണീഷ്യയിലും ഈജിപ്തിലും ടുണീഷ്യയിലുമൊക്കെ മുല്ലപ്പൂ വിപ്ലവം നടന്ന സന്ദർഭത്തിൽ അതിൻ്റെ പേരിൽ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തു. പിന്നീട് ആ സൈറ്റ് ഇപ്പോൾ കാണാനില്ല. എന്നല്ല, കേരളത്തിലെ പ്രമുഖമായ ഒരു മുസ്ലിം വാരിക അതിൻ്റെ പേരിൽ ഒരു വലിയ വിശേഷാൽ പതിപ്പിറക്കി. ഒരു മുസ്ലിം സംഘടന, പേരൊന്നും പറയുന്നില്ല. ഇതിന് ഇസ്ലാമികമായി വലിയ ബന്ധമുണ്ടോ? ഈ മുല്ലപ്പൂ വിപ്ലവം 100% തെറ്റായിരുന്നു. അതിൻ്റെ പിന്നിൽ പലരും അണിയറ ശില്പികളുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു സ്റ്റേബിളായ സമൂഹത്തെ അത് നാം അവശേഷമാക്കി, നശിപ്പിച്ചു, പലതും നശിപ്പിച്ചു. നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത് എന്ന് നമുക്ക് നമ്മുടെ രാജ്യം വലുത്. നമുക്ക് നമ്മുടെ എല്ലാം കൂടി വന്നേക്കുന്നൊരു സമൂഹം. കോൺഗ്രസ് വേണം, കമ്മ്യൂണിസ്റ്റ് വേണം, ലീഗ് വേണം, BJPയോ അതും വേണം, അതൊക്കെ വേണം. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകലൊന്നും ഒരു തെറ്റുമില്ല, ഒന്നും തെറ്റില്ല. മറ്റുള്ളവരെ നിഹനിക്കുക, ഉപദ്രവിക്കുക എന്നത് ഒരു പാർട്ടിയുടെ മുഖലക്ഷ്യമാവുക എന്നത് മാത്രമേ തെറ്റുള്ളൂ, മറ്റൊന്നും തെറ്റല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല മനസ്സ്, നല്ല ബോധം അല്ലാഹു നൽകട്ടെ. ഈ അതിവൈകാരികതയിൽ നിന്ന് വിവേകത്തോടെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹം കൊടുക്കട്ടെ. അതിവൈകാരികത ഒഴിവാക്കി റുഷ്ദ്, വിവേകത്തോടെ പ്രവർത്തിക്കുന്നവരിൽ അല്ലാഹു എല്ലാവരെയും ചേർത്ത് തരട്ടെ. റബ്ബന, ഞാൻ ഇന്ന് കുറഞ്ഞ വാക്കുകളെ പറഞ്ഞുള്ളൂ, ബാക്കി ക്ലാസ് നാളെ എടുക്കും. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല 500 രൂപ ഈ മജ്ലിസിലേക്ക് ഒരാൾ ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഹലാലായ ഉദ്ദേശ്യങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഹലാലായ ഉദ്ദേശ്യങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഹലാലായ ഉദ്ദേശ്യങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. വരുന്ന ഭരണകൂടത്തിന്, രാജ്യത്തിന് വിവേകത്തോടുകൂടെ നന്മ ചെയ്ത് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സർക്കാരിനെ അല്ലാഹു അധികാരത്തിൽ കയറ്റിത്തരട്ടെ. നല്ലൊരു മുഖ്യമന്ത്രിയും നല്ല മന്ത്രിമാരും നല്ല ഒരു സമൂഹം, നല്ലൊരു ഭരണകൂടം എല്ലാവർക്കും. ഞങ്ങൾക്ക് പിഴച്ചിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും തോന്നുന്ന വിധത്തിൽ നല്ലൊരു ഭരണകൂടം, നീതിയുക്തമായൊരു ഭരണകൂടം, നന്മയുള്ള വിശാലമായ മനസ്സുള്ള ഒരു ഭരണകൂടത്തിന് നമ്മുടെ സംസ്ഥാനത്തിന്, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പാഠമാകാൻ മാത്രം നന്മയുള്ള ഒരു ഭരണകൂടം അധികാരത്തിലേറാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാനാജാതി ജനങ്ങൾക്കും സന്തോഷിപ്പിക്കുന്ന ഒരു ഭരണകൂടം, നാനാജാതി ജനങ്ങൾക്കും നീതി കൊടുക്കുന്ന ഒരു ഭരണകൂടം, ജാതി മത ഭേദമന്യേ ഗുരു പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ ഈ ഉദ്യാന സരസ് അതങ്ങനെ തന്നെ ലോകാവസാനം വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ
الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة وسلم.